ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് ഞാനൊരു ഓണത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ബീട്രൂട്ട് പച്ചടി. ഇത് ട്രഡീഷണൽ ബീട്രൂട്ട് പച്ചടിയല്ല, ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പച്ചടിയാണ്. നല്ല ടേസ്റ്റാണ്, സ്വീറ്റ് ആൻഡ് സോറായിട്ടുള്ള ഒരു പച്ചടിയാണ്. അപ്പം ഞാൻ ബീട്രൂട്ട് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല നേർങ്ങനെ. പിന്നെ 1 കപ്പ് തൈര്, പിന്നെ 1 കൊളുന്ത് കറിവേപ്പില, 2 പച്ചമുളക്, പിന്നെ 1/4 കപ്പ് അല്ലെ 1/2 കപ്പ് തേങ്ങ. ഇത്രയും സാധനം റെഡിയാക്കിയിട്ട് വെക്കുക. അപ്പോൾ എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബീട്രൂട്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കുക. അത് സോഫ്റ്റ് ആവുന്ന വരെ സോട്ട് ചെയ്യണം. അതിൻ്റെ സ്വീറ്റ്നെസ് വരുന്ന വരെ സോട്ട് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കും. കുറച്ച് മതി, വളരെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കുക്കായി വരുന്നുണ്ട്. കുക്കായി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അത് കൂളാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഇനി നമുക്ക് അരപ്പുണ്ടാക്കാം. അപ്പോൾ ബീട്രൂട്ട് കൂളായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സി ജാർ എടുക്കുക. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബീട്രൂട്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ അതിലേക്ക് ഇടുക. പിന്നെ 2 കറിവേപ്പില, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്, പിന്നെ 2-3 ടേബിൾ സ്പൂൺ തൈര് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഇനി വീണ്ടും ഒരു പാൻ എടുക്കുക, ചൂടാക്കുക. പാൻ ചൂടായി വരുമ്പം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അധികം ചൂടാക്കരുത്. ഒരു 5 മിനിറ്റ് അല്ലേ ഒന്ന് തിള വരുന്ന വരെ കുക്ക് ചെയ്യുക. എന്നിട്ട് അത് സ്വിച്ച് ഓഫ് ചെയ്യുക. തിള വന്നു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള തൈര് അതിലേക്ക് ചേർക്കും. എന്നിട്ട് നന്നായിട്ട് അരച്ച് വെക്കുന്ന തേങ്ങയിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി തിളപ്പിക്കാൻ പാടില്ല. ഇനി തിളപ്പിച്ചാൽ തൈര് പിരിഞ്ഞു പോകും. ഈ ചൂടിൽ അത് വെന്തോളും. നമ്മൾ വറവുണ്ടാക്കും. അതിന് ഒരു പാൻ എടുക്കുക, എണ്ണ ചൂടാക്കുക, ഉലുവ ചേർക്കുക. ഉലുവ പൊട്ടി വരുമ്പോൾ കടുക് ചേർക്കുക. പിന്നെ 2 വറ്റൽമുളക് ചേർക്കുക. പിന്നെ 2-3 കറിവേപ്പില. എന്നിട്ട് തീ ഓഫാക്കുക. എന്നിട്ട് നമ്മൾ കറിയിലേക്ക് അത് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായി. വളരെ ഈസിയാണ്, നല്ലൊരു സൈഡ് ഡിഷാണ്. ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്വീറ്റ് ആൻഡ് ടാങ്കി ആയിട്ടുള്ളൊരു പച്ചടിയാണ്. അപ്പം ഇത് ട്രഡീഷണൽ വേ അല്ല, നിങ്ങൾക്ക് വേണേൽ ട്രൈ ചെയ്ത് നോക്കാം. എളുപ്പമാണ്, വേഗമാവും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. താങ്ക് യു.